നമ്മുടെ അയൽ രാജ്യവും സഹോദര രാജ്യവുമായ പാകിസ്ഥാൻ UN രക്ഷാസമിതിയിൽ, അതായത് സെക്യൂരിറ്റി കൗൺസിലിൽ 2 വർഷത്തേക്ക് താൽക്കാലികമായ ഒരു അംഗത്വം നേടിയെടുത്തു എന്ന് മാത്രമല്ല, UN ഭീകരവിരുദ്ധ സബ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പാകിസ്ഥാനെ നിയോഗിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടാവും എന്നെനിക്കറിയാം. സത്യത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. പാകിസ്ഥാൻ പോലൊരു ചെറിയ രാജ്യത്തിന് ഈ രക്ഷാസമിതിയിൽ താൽക്കാലികമായിട്ടൊരു അംഗത്വം കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായി ഈ ഭീകരവിരുദ്ധ സബ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു മഹാഭാഗ്യം തന്നെയാണ്. ഈ നമ്മുടെ അയൽ രാജ്യത്തിൻ്റെ, നമ്മുടെ സഹോദര രാജ്യത്തിൻ്റെ ഈ അഭിമാനകരമായ നേട്ടത്തിൽ പങ്കുചേരുകയും അഭിനന്ദിക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ അതിന് പകരം ഇവിടെയുള്ള പല ആളുകളും, അല്ലെങ്കിൽ പല മാധ്യമങ്ങളും, പല നിരീക്ഷകരും, പല രാഷ്ട്രീയ പാർട്ടിക്കാരും പാകിസ്ഥാൻ എന്തോ വലിയ അപരാധം ചെയ്തു, അവരർഹിക്കാത്ത ഒരു സ്ഥാനത്ത് കയറിയിരിക്കുന്നു എന്ന രീതിയിൽ പാകിസ്ഥാനെ ദൂഷിക്കുകയും, ഈ പാകിസ്ഥാൻ ഇങ്ങനൊരു സ്ഥാനം കിട്ടിയത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ എന്തോ പിടിപ്പില്ലായ്മ കൊണ്ടാണ്, ഇന്ത്യയുടെ അപ്രാപ്തി കൊണ്ടാണ് പാകിസ്ഥാൻ ഇതുപോലുള്ള പല സൗഭാഗ്യങ്ങൾ സംഘടിപ്പിച്ചെടുത്ത് എന്ന രീതിയിൽ ദൂഷിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ദൂഷിക്കുന്നതിൽ യാതൊരു കഥയുമില്ല എന്ന് ശശി തരൂർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ UN രക്ഷാസമിതിക്ക് പല പല സബ് കമ്മിറ്റികളുണ്ട്. നമ്മൾ ഈ പഞ്ചായത്തിലൊക്കെ കണ്ടിട്ടില്ലേ, വികസനകാര്യ സബ് കമ്മിറ്റി, ക്ഷേമകാര്യ സബ് കമ്മിറ്റി, ആരോഗ്യകാര്യ കമ്മിറ്റി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞാൽ പല സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുണ്ട്. പഞ്ചായത്തിലെ എല്ലാ മെമ്പർമാരും ഒന്നല്ലെങ്കിൽ വേറൊരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അംഗമായിരിക്കണം എന്ന് നിർബന്ധവുമുണ്ട്. എനിക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞ് ഒരാൾക്കും മാറിയേക്കാൻ പറ്റുകയില്ല. അതുപോലെയാണ് പാകിസ്ഥാന് കൈവന്നിട്ടുള്ള ഈ രക്ഷാസമിതി അംഗത്വം. അതിങ്ങനെ റൊട്ടേഷനായിട്ട് കറങ്ങി തിരിഞ്ഞ് വന്നപ്പോൾ പാകിസ്ഥാന് കിട്ടി എന്ന് മാത്രമേ ഉള്ളൂ. പഹൽഗാമിലെ ആക്രമണവുമായിട്ടോ അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറുമായിട്ടോ അതിന് യാതൊരു ബന്ധവുമില്ല. ഇനി ബന്ധമുണ്ട് എന്ന് വയ്ക്കാം, എങ്കിൽ തന്നെ ഇപ്പോൾ എന്താ തകരാറ്? പാകിസ്ഥാനിൽ തന്നെ ഭീകരപ്രവർത്തനം ഭയങ്കരമായിട്ട് നടക്കുന്നില്ലേ? പാകിസ്ഥാൻ ഭീകരരെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത് ഇന്ത്യയിൽ നടത്തിയ ഭീകരാക്രമണങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ എത്രയോ കൂടുതലാണ് പാകിസ്ഥാനിൽ നടക്കുന്ന ഭീകരാക്രമണങ്ങൾ. പാകിസ്ഥാനിലെ പല സ്വാതന്ത്ര്യ സമര സേനാനികളും, കാശ്മീരിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന പല ലഷ്കർ, ജെയ്ഷെ തീവ്രവാദികൾ നമ്മൾ വിളിക്കുന്ന പോരാളികൾ പലരും ദൈനംദിന അടിസ്ഥാനത്തിൽ വെടിയേറ്റ് മരിക്കുന്നില്ലേ? അജ്ഞാതരുടെ വെടിയേറ്റ് മരിക്കും. ഇതൊക്കെ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ വലിയ തീവ്രവാദമാണ്, വലിയ ഭീകരപ്രവർത്തനമാണ്. അതുപോലെ താലിബാൻ, പണ്ട് പാകിസ്ഥാൻ തന്നെ താലോലിച്ച് വളർത്തിയാണ് താലിബാൻ. ഇപ്പോൾ അതേ താലിബാൻ പാകിസ്ഥാനിൽ വന്ന് ഭീകരപ്രവർത്തനം നടത്തുകയാണ്, ദൈനംദിന അടിസ്ഥാനത്തിൽ ബോംബ് വയ്ക്കുകയാണ്. അതുപോലെ നിരന്തരമായ ഭീകരപ്രവർത്തനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അമേരിക്ക പാകിസ്ഥാൻ്റെ അതിർത്തി ഭേദിച്ച് പാകിസ്ഥാൻ്റെ പരമാധികാരത്തെ വെല്ലുവിളിച്ചുകൊണ്ടല്ലേ ഒസാമ ബിൻ ലാഡനെ വെടിവെച്ചു വന്ന്. പാകിസ്ഥാൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ അതും തീവ്രവാദ പ്രവർത്തനമാണ്. പിന്നെ പെഷാവറിലെ സൈനികരുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണം, എത്രയോ കുട്ടികളാണ് ഒരുമിച്ച് വെടിയേറ്റ് മരിച്ചത്, എത്ര അധ്യാപകരാണ് അവരുടെ കൂടെ മരിച്ചത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വലിയ തീവ്രവാദത്തിൻ്റെ അല്ലെങ്കിൽ ഭീകരപ്രവർത്തനത്തിൻ്റെ ഇരയായ രാജ്യമാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് പാകിസ്ഥാന് തീർച്ചയായിട്ടും തീവ്രവാദത്തെക്കുറിച്ച്, ഭീകരതയെക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ടാവും. പിന്നെ 2 രീതിയിലും എക്സ്പീരിയൻസ് ഉണ്ട്. ഒന്ന് തീവ്രവാദത്തിൻ്റെ ഇരയാണ്, 2 തീവ്രവാദത്തിൻ്റെ വക്താവും പ്രയോക്താവുമാണ്. അപ്പോൾ ഏത് നിലയ്ക്ക് നോക്കിയാലും ആ സ്ഥാനത്തിരിക്കാൻ ഏറ്റവും യോഗ്യതയുള്ള ഒരു രാജ്യം, ഏതെങ്കിലും ഒരു രാജ്യം ഉണ്ടെങ്കിൽ അത് പാകിസ്ഥാനാണ്. പിന്നെ പാകിസ്ഥാൻ്റെ പട്ടാള മേധാവി ജനറൽ മുനീർ, ജനറലല്ല ഇപ്പോൾ ഫീൽഡ് മാർഷലാണ്, അദ്ദേഹത്തെ പോലുള്ള യോഗ്യന്മാർ വേറെ ഏതെങ്കിലും രാജ്യത്തുണ്ടാവുമോ? എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ ഏത് നിലയ്ക്ക് നോക്കിയാലും ഈ സബ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായിട്ടിരിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രധാന സ്ഥാനത്തിരിക്കാൻ യോഗ്യതയുള്ള ഏതെങ്കിലും ഒരു രാജ്യം ലോകത്തുണ്ടെങ്കിൽ അത് പാകിസ്ഥാനാണ്. ഇനി പാകിസ്ഥാൻ അങ്ങനെ രക്ഷാസമിതിയിൽ ഒരു സീറ്റ് കിട്ടി എന്നുള്ളതുകൊണ്ട് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വല്ല ഭീഷണിയുണ്ടോ? ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് നേരത്തെയുള്ള ഭീഷണി ഇപ്പോഴും ഉണ്ട്, അത് ഇനിയും തുടർന്നും ഉണ്ടാവും, യാതൊരു സംശയവും വേണ്ട. പാകിസ്ഥാൻ ഈ കമ്മിറ്റിയിൽ കയറിയതുകൊണ്ടോ കയറാത്തതുകൊണ്ടോ അവിടെ നിന്നുള്ള തീവ്രവാദികളുടെ ഉപദ്രവത്തിന് വല്ല കുറവ് സംഭവിക്കുമോ? ഇല്ല. ഇനി അവർ രക്ഷാസമിതിയിലെ മെമ്പറാണ് എന്ന് വെച്ച് നമ്മൾ കൊടുക്കുന്ന തിരിച്ചടിക്ക് നമ്മൾ വല്ല ഇളവും കൊടുക്കുമോ? പാകിസ്ഥാൻ രക്ഷാസമിതിയിലെ അംഗമാണല്ലോ, അല്ലെങ്കിൽ തീവ്രവാദ സബ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണാണല്ലോ എന്ന് കരുതി ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യം തിരിച്ചു കൊടുക്കുന്ന അടിക്ക് യാതൊരു മയവും ഉണ്ടാവുകയില്ല. അത് നമ്മൾ യാതൊരു ഗൗനവും കൂടാതെ അടിച്ച് അവൻ്റെ മുഖത്തിൻ്റെ ഷേപ്പ് മാറ്റിക്കളയും.
അല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. തെറിക്ക് ഉത്തരം മുറിപ്പത്തൽ എന്ന് പറഞ്ഞ പോലെ ഭീകരപ്രവർത്തനത്തിന് തിരിച്ചടി കൊടുക്കാനുള്ള ത്രാണിയൊക്കെ ഇന്ന് ഇന്ത്യ ഗവൺമെൻറ്റിനുണ്ട്, ഇന്ത്യയുടെ സൈന്യത്തിനുണ്ട്. നമ്മൾ ഈ ബ്രഹ്മോസും മറ്റുമൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണത് തമാശ കളിക്കാനല്ല. അത് വിഷുവിനോ ദീപാവലിക്കോ അല്ലെങ്കിൽ പെരുന്നാളിനോ ക്രിസ്മസിനോ കത്തിച്ച് കുട്ടികൾക്ക് ലാത്തിരി പൂത്തിരി കളിക്കാനുള്ളതല്ല. ഈ വക സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചത് പാകിസ്ഥാന് കൃത്യമായിട്ട് ന്യായമായ ഡോസിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് കിട്ടുമ്പോൾ അവരുടെ വിഷമത്തിന്, അവരെ കൃമികടിക്ക് കാര്യമായ കുറവുണ്ടാവും. ഇപ്പോൾ മനോരമയുടെ എഡിറ്റോറിയൽ വായിച്ചാൽ നമുക്ക് പേടിയോ. ഭീകരപ്രവർത്തനത്തെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്തിന് ഇങ്ങനെ വലിയ സൈനിക സഹായം ഒരു ഭാഗത്ത് കൂടി കൊടുക്കുന്നു, അന്താരാഷ്ട്ര നാണ്യനിധിയിൽ നിന്ന് വായ്പ കൊടുക്കുന്നു. അതിനു പുറമെ ഭീകരപ്രവർത്തനത്തിന് ഭീകരവിരുദ്ധ സബ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ സ്ഥാനത്ത് വച്ചിരിക്കുന്നു. ഇതൊക്കെ വായിച്ച് മനോരമക്കാർക്ക് കോൾമയർ കൊള്ളാം, അല്ലെങ്കിൽ വായിക്കുന്നവർക്ക് ആശങ്കാകുലരാകാം. പക്ഷേ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പണ്ടുണ്ടായിരുന്ന ഭീഷണി ഇപ്പോഴും ആ ഭീഷണി തുടർന്നുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഒന്നും മാതും. അപ്പോൾ നമ്മൾ കൈ നിർത്തി നന്നായിട്ട് ഒന്ന് കൊടുക്കും. അപ്പോൾ ആ വിഷമം മാറും. ഈ നമ്മുടെ കൈത്തണ്ടയ്ക്ക് വിലയുള്ളിടത്തോളം കാലം അവരെ പേടിക്കേണ്ട ആവശ്യമില്ല. അവരെ നല്ല ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി രക്ഷാസമിതിയിൽ സ്ഥിരം അംഗങ്ങളായിരിക്കുന്ന രാജ്യങ്ങളില്ലേ, രക്ഷാസമിതിയുടെ തലതൊട്ടപ്പൻ എന്ന് പറഞ്ഞാൽ അമേരിക്കയാണ്. അമേരിക്കയിൽ വർഷാവർഷം എത്ര തീവ്രവാദ ആക്രമണം നടക്കുന്നത്. വാഷിങ്ടണിൽ വരെ തീവ്രവാദികൾ അടിഞ്ഞാടുകയാണ്. അത് തന്നെയാണ് ബ്രിട്ടൻ്റെ ഫ്രാൻസിൻ്റെ സ്ഥിതി, അത് തന്നെയാണ് റഷ്യയുടെ സ്ഥിതി, ഏറെക്കുറെ അത് തന്നെയാണ് ചൈനയുടെ സ്ഥിതി. അവിടെ പിന്നെ വിപ്ലവ ഗവൺമെൻറ് ആയതുകൊണ്ട് ഈ പിടിക്കപ്പെടുന്ന തീവ്രവാദികളെ ഉടനെ തന്നെ പാരലോകത്തേക്ക് വിടും എന്ന് ചെറിയൊരു വ്യത്യാസമുള്ളൂ. ഈ പിടികിട്ടുന്നവരെ അപ്പം തന്നെ അരക്ക് മേലോട്ട് വെടിവെക്കണം എന്നാണ് ചൈനയിൽ നിലവിലുള്ള ഓർഡർ. അവിടെ അങ്ങനെ വിചാരണ, പിന്നെ അപ്പീൽ, റിവിഷൻ, രാഷ്ട്രപതിക്ക് ദയാഹർജി വക യാതൊരു പരിപാടിയില്ല. ഈ പാടത്തെ ജോലിക്ക് വരമ്പത്ത് കൂലി എന്നുള്ളതാണ് ചൈനയുടെ സിദ്ധാന്തം. നമ്മളും ആ സിദ്ധാന്തം പിന്തുടരുക, അല്ലാതെ വേറെ മാർഗമില്ല. അപ്പോൾ പാകിസ്ഥാൻ്റെ ക്രിമിയടിക്ക് യാതൊരു കുറവും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മുടെ അടിക്ക് യാതൊരു മയവും വരുത്തേണ്ട ആവശ്യമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.